ഈ ഭൂമിയിലുള്ള ഏതൊരു ജീവജാലമാകട്ടെ, ഭൂമിയിലുള്ള ഏതൊരു ജന്തു ജീവജാലത്തിൻ്റെയും ഉപജീവന മാർഗം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അള്ളാഹു ഉപജീവനം ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജന്തുവോ ഒരു ജീവജാലമോ ഈ ലോകത്തില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഉപജീവന മാർഗം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അത് ചിലപ്പോൾ കുറെ ആളുകൾക്ക് വിശാലമായി നൽകും, ചിലപ്പോൾ കുടുസായി നൽകും എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം അള്ളാഹു നൽകുമെന്ന് കരുതിക്കൊണ്ട് അധ്വാനിക്കണ്ട എന്നോ തേടണ്ട എന്നോ നേടണ്ട എന്നോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിക്കണമെന്നും തേടണമെന്നും നേടണമെന്നുമാണ് ഇസ്ലാമിന്റെ അധ്യാപനം. സൂറത്തുൽ മുൽക്കിൽ നമുക്ക് കാണുവാൻ കഴിയും, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ യഥേഷ്ടം വിഹരിക്കാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാനുമൊക്കെ പറ്റിയ രൂപത്തിലേക്ക് ഈ ഭൂമിയെ മനുഷ്യന് പാകപ്പെടുത്തി നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭൂമിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹു നൽകുമെന്ന് കരുതിയിട്ട് വെറുതെ ഇരിക്കാൻ, അലസന്മാരാകാൻ, മടിയന്മാരാകാൻ അള്ളാഹു പറയുന്നില്ല. മറിച്ച് ഹലാലായ മാർഗത്തിലൂടെ തേടണമെന്നും നേടണമെന്നുമാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം.